ഹരേ കൃഷ്ണ. കൃഷ്ണൻ്റെ മറ്റ് ചില അത്ഭുത ലീലകൾ. ഒരിക്കൽ നന്ദഗോപൻ ഏകാദശി വ്രതം നോറ്റ് പിറ്റേ ദിവസം പാരണ വീടാനായി സരസ്വതി നദിയിലിറങ്ങി കുളിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പാമ്പ് നന്ദൻ്റെ കാലിൽ പിടികൂടി. നന്ദൻ കൃഷ്ണനെ വിളിച്ച് മുറവിളി കൂട്ടി. കൃഷ്ണൻ എന്തെല്ലാം ചെയ്തിട്ടും പാമ്പ് പിടിവിട്ടില്ല. ഒടുവിൽ തൃക്കാലുയർത്തി പാമ്പിനെ ഒരു ചവിട്ട് കൊടുത്തു. അപ്പോൾ പാമ്പ് പിടിവിട്ടെന്ന് മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സുന്ദര പുരുഷൻ പുറത്തു വന്നു. സുദർശനൻ എന്നു പേരായ ഒരു വിദ്യാധരനായിരുന്നു അത്. സൗന്ദര്യഗർഭം മൂത്ത സുന്ദരികളുമായി ഭോഗവിലാസങ്ങളെ ഏർപ്പെട്ട് നടക്കുമ്പോൾ സപ്തർഷികളെ നിന്ദിക്കിയാൽ അവരുടെ ശാപം കൊണ്ട് ശപമായി തീർന്നതായിരുന്നു അയാൾ. ദ്വാപരയുഗത്തിൽ മഹാവിഷ്ണു അമ്പാടിയിൽ കൃഷ്ണനായി പിറക്കുമെന്നും അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന് ചവിട്ടിയേൽക്കുമ്പോൾ പൂർവ്വരൂപം ലഭിക്കുമെന്നും അവർ ശാപമോക്ഷം കൊടുത്തു. കൃഷ്ണൻ്റെ പാദസ്പർശം ഏൽക്കാൻ വേണ്ടിയാണ് സർപ്പം നന്ദൻ്റെ കാലിൽ പിടികൂടിയത്. മറ്റൊരു ദിവസം ഗോപികമാർ രാമകൃഷ്ണന്മാരും ഒരുമിച്ച് ജലക്രീഡ നടത്തുമ്പോൾ വൈശ്രവണൻ്റെ ഭൃത്യനായ ശംഖുചൂടൻ ഗോപികമാരെ പിടിച്ചുകൊണ്ടുപോയി. കൃഷ്ണൻ അവനെ പിന്തുടർന്ന് അവരെ വീണ്ടെടുത്തു. അവൻ്റെ ശിരോരത്നം ചൂഴ്ന്നെടുത്ത് ഗോപികമാർക്ക് സമ്മാനിക്കുകയും ചെയ്തു. പിന്നീട് ഒരിക്കൽ കേശി എന്നു പേരായ മറ്റൊരു അസുരൻ ഒരു വലിയ കുതിരയായി വന്ന് ഗോകുലവാസികളെ ഭയപ്പെടുത്തി. കൃഷ്ണൻ അവനെയും കൊന്നു. അന്നു മുതൽക്കാണ് കൃഷ്ണന് കേശവൻ എന്ന പേർ സിദ്ധിച്ചത്. മറ്റൊരിക്കൽ മായാസുരൻ്റെ പുത്രനായ വ്യോമാസുരൻ വൃന്ദാവനത്തിൽ കളിച്ചുകൊണ്ടിരുന്ന ഗോപാലബാലന്മാരെ തട്ടിക്കൊണ്ടുപോയി ഒരു ഗുഹയിലിട്ടടച്ചു. കൃഷ്ണൻ അവനെ കണ്ടുപിടിച്ച് വധിക്കുകയും ബാലന്മാരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. കംസവധം പറയുന്നതിന് മുമ്പ് കംസൻ്റെ പൂർവ്വവൃത്താന്തം പറയട്ടെ. ഉഗ്രസേനൻ്റെ പത്നി ഒരിക്കൽ രജസ്വലയായിരിക്കവേ സഖിമാരും ഒന്നിച്ച് കാനന ഭംഗി കണ്ടാസ്വദിച്ച് നടക്കുകയായിരുന്നു. ഇതിനിടയിൽ അവൾ കാമർത്തിയായി തീരുകയും ഭർത്താവ് അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്നാശിക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ അവളെ കണ്ട് കാമിച്ച ഒരു ഗന്ധർവൻ ഉഗ്രസേനൻ്റെ രൂപത്തിൽ അവളെ സമീപിച്ചു. രണ്ടുപേരും നികുഞ്ചത്തിനുള്ളിൽ പ്രവേശിച്ച് രതിക്രീഡയിൽ ഏർപ്പെട്ടു. പിന്നീടാണ് താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലായത്. തൻ്റെ പാതിവൃത്യത്തിന് ഭംഗം വരുത്തിയ അവർ നരകത്തിൽ പതിക്കട്ടെ എന്ന് അവൾ ശപിച്ചു. തന്നെപ്പോലുള്ള ഒരു ഗന്ധർവനിൽ നിന്ന് ഒരു മനുഷ്യ സ്ത്രീക്ക് ഗർഭധാരണത്തിനിടയായത് ഒരു അസുലഭ ഭാഗ്യമായി കരുതേണ്ടതാണെന്നും അവൾ പ്രസവിക്കുന്ന പുത്രൻ അതിപരാക്രമശാലിയായ ഒരു രാജാവായി തീരുമെന്നും പറഞ്ഞ് അയാൾ അവളെ സമാശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ തനിക്കൊരു പുത്രനുണ്ടാവുകയാണെങ്കിൽ അവനെ തൻ്റെ ഭർത്താവിൻ്റെ വംശത്തിൽ ജനിച്ച മറ്റൊരു പുത്രൻ വധിക്കാനിടവരാവട്ടെ എന്ന് ശപിച്ചുകൊണ്ട് അവൾ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോന്നു. അങ്ങനെ ജനിച്ച പുത്രനാണ് കംസൻ. മാതാപിതാക്കൾ അവനെ ഒരു ദുർഭഗപുത്രനായി കരുതി പരിത്യജിച്ചു. വിധി ബലം കൊണ്ട് അവൻ വളരുകയും ഒടുവിൽ ഉഗ്രസേനനെ കാരാഗൃഹത്തിലടച്ച് ഭോജരാജ്യം അപഹരിക്കുകയും ചെയ്തു. ഉഗ്രസേനൻ്റെ സഹോദരൻ്റെ പുത്രിയായ ദേവകിയുടെ പുത്രനാണ് കൃഷ്ണൻ. തൻ്റെ അന്തകനായി ജനിച്ചിരിക്കുന്ന ശിശുവിനെ കണ്ടുപിടിച്ച് വധിക്കുന്നതിന് കംസൻ ഉറ്റു ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുവേണ്ടി അയാളുടെ കിങ്കരന്മാർ അന്വേഷിക്കാത്ത സ്ഥലമില്ല. അവയിലൊരുത്തനായ അരിഷ്ടൻ എന്ന ഒരു അസുരൻ മതിച്ചൊരു കാളയുടെ രൂപത്തിൽ കടന്നുകൂടി മൂക്കറയിട്ടും ചുരമാന്തി കുതിച്ചും പാഞ്ഞും കണ്ണിൽ കണ്ടതെല്ലാം കുത്തിനിരത്തിയും ഗോപാലരെയും ഗോക്കളെയും കിടുകിട വിറപ്പിച്ചു. ഒടുവിൽ കൃഷ്ണൻ അവനെ കൊമ്പിൽ കടന്നു പിടിച്ച് കഴുത്ത് ഞെരിച്ച് കൊന്നുകളഞ്ഞു. അക്കാലത്തൊരു ദിവസം നാരദൻ കംസൻ്റെ കൊട്ടാരത്തിൽ വന്നു. കൃഷ്ണനെക്കുറിച്ചുള്ള സകല വിവരങ്ങളും നാരദൻ കംസനെ ധരിപ്പിച്ചു. ദേവകി 8ാമത് പ്രസവിച്ചത് ഒരു പുത്രൻ തന്നെയായിരുന്നു എന്നും ആ ശിശുവിനെ വസുദേവൻ അമ്പാടിയിൽ കൊണ്ടുപോയി യശോദയുടെ സമീപം കിടത്തിയിട്ട് പകരം യശോദ പ്രസവിച്ച പെൺകുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി എന്നും ആ കുഞ്ഞാണ് കംസൻ്റെ കൈകളിൽ നിന്നും വഴുതി ആകാശത്തേക്ക് ഉയർന്നു പോയതെന്നും നാരദൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ കംസൻ കോപം കൊണ്ട് വിറച്ചു. ദേവകി വസുദേവന്മാരെ വീണ്ടും ബന്ധനസ്ഥരാക്കി. മന്ത്രിമാരെയെല്ലാം വിളിച്ചുകൂട്ടി ആലോചിച്ച് രാമകൃഷ്ണന്മാരെ മധുരാപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവരെ വധിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അത്യാഡംബരപൂർവമായ ഒരു യാഗം നടത്തുക, അതിനോടനുബന്ധിച്ച് ഒരു മല്ലയുദ്ധ മത്സരം ഏർപ്പാട് ചെയ്യുക, രാമകൃഷ്ണന്മാരെ മരുമക്കളെന്നുള്ള വാത്സല്യഭാവത്തിൽ യാഗത്തിൽ സംബന്ധിക്കാൻ ക്ഷണിച്ചു കൊണ്ടുവരിക, കൊട്ടാരത്തിൻ്റെ പ്രവേശനദ്വാരത്തിൽ കുവലയാപീഠം എന്ന മതയാനയും കൊണ്ട് കുത്തിക്കൊല്ലിക്കാൻ ആദ്യം ശ്രമിക്കുക. അത് ഫലിച്ചില്ലെങ്കിൽ ചാണുരൻ, മുഷ്ടികൻ എന്ന 2 മല്ലന്മാരെ കൊണ്ട് അവരെ പോരിന് വിളിക്കുകയും മല്ലയുദ്ധത്തിൽ കൊല്ലിപ്പിക്കുകയും ചെയ്യുക. ഇതായിരുന്നു ആവിഷ്കരിക്കപ്പെട്ട പദ്ധതി. എല്ലാ ഒരുക്കങ്ങളും ചെയ്തതിന് ശേഷം ഗോകുലത്തിൽ ചെന്ന് കുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്ന് വരുവാൻ കംസൻ സ്വന്തം രഥവും കൊടുത്ത് അക്രൂരൻ എന്ന യാദവ ശ്രേഷ്ഠനെ നിയോഗിച്ചു. ഇതുവരെ കാണാൻ കഴിയാതിരുന്ന മരുമക്കളെ കാണാൻ കൊതിക്കുന്ന ഒരു മാതുലൻ്റെ സ്നേഹവാത്സല്യങ്ങൾ എത്രയും കപടമായി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ക്ഷണക്കുറിപ്പും കൊടുത്തയച്ചു.
അക്രൂരൻ ഒരു സാത്വികനും ഭഗവത് ഭക്തനുമായിരുന്നു. കംസന്റെ ഗൂഢോദ്ദേശം അക്രൂരന് മനസ്സിലായി. എങ്കിലും ഗോകുലത്തിൽ പോകാനും ഭഗവാനെ ദർശിച്ച് കൂട്ടിക്കൊണ്ടുവരുവാനും കിട്ടിയ അവസരം നഷ്ടപ്പെടുത്താതെ അക്രൂരൻ രഥത്തിലേറി പുറപ്പെട്ടു. ഗോകുലത്തോട് അടുക്കും തോറും അക്രൂരൻ്റെ ഹൃദയം ഭക്തി കൊണ്ട് തരളിതമായി തീർന്നു. കണ്ണൻ്റെ വജ്രാങ്കുശകജിതമായ കാലടിപ്പാടുകൾ മണ്ണിൽ പതിഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ ആ ഭക്തൻ തേരിൽ നിന്നിറങ്ങി ആ മണ്ണിൽ കിടന്നുരുളുകയും ഭൂമിയെ ചുംബിക്കുകയും ചെയ്തു. നന്ദനും ഗോപന്മാരും രാമകൃഷ്ണന്മാരും അക്രൂരനെ സ്വീകരിച്ച് സൽക്കരിച്ചു. കംസന്റെ ദൗത്യം അക്രൂരൻ അവരെ അറിയിച്ച് ലിഖിതവും കൊടുത്തു. പിറ്റേ ദിവസം തന്നെ എല്ലാവരും മധുരയിലേക്ക് പുറപ്പെടാനൊരുങ്ങി. രാമനും കൃഷ്ണനും അക്രൂരനോടൊപ്പം രഥത്തിൽ തന്നെ പുറപ്പെട്ടു. നന്ദനും മറ്റു ഗോപന്മാരും കംസന് കാഴ്ചവയ്ക്കാനായി ഗോരസങ്ങൾ നിറച്ച പാത്രങ്ങളുമായി വണ്ടികളിൽ രഥത്തെ പിന്തുടർന്നു. കൃഷ്ണനെ അപ്രതീക്ഷിതമായ ഈ വേർപാട് ഗോപസ്ത്രീകൾക്ക് വലിയ വിരഹദുഃഖമുളവാക്കി. യാത്രാമധ്യേ കാളിന്തി തീരത്ത് വെച്ച് അക്രൂരന് ഒരു മഹാ അത്ഭുതം അനുഭവപ്പെട്ടു. രാമനും കൃഷ്ണനും ആദ്യമേ കാളിന്തിയിൽ കുളിച്ച് അനുഷ്ഠാന കർമ്മങ്ങൾ കഴിഞ്ഞ് രഥത്തിൽ വന്നിരുന്നു. അനന്തരം അക്രൂരൻ സ്നാനം ചെയ്യാൻ കാളിന്തിയിൽ ഇറങ്ങി. മുങ്ങിയപ്പോൾ വെള്ളത്തിനടിയിൽ രാമകൃഷ്ണന്മാരുടെ രൂപങ്ങൾ ദൃശ്യമായി. പൊങ്ങി നോക്കിയപ്പോഴുണ്ട് അവർ രഥത്തിൽ ഇരിക്കുന്നു. അങ്ങനെ മുങ്ങുമ്പോൾ ജലത്തിലും പൊങ്ങുമ്പോൾ രഥത്തിലും മാറി മാറി ദൃശ്യമായി കൊണ്ടിരുന്നു. അവസാനം ശംഖുചക്രഗദാധാരിയായി ശ്രീ വത്സാങ്കിത ഗാത്രനായി ലക്ഷ്മി ദേവിയാൽ പരിസേവിതനായി വൈകുണ്ഠത്തിൽ അനന്തശയനം ചെയ്തരുളുന്ന സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ രൂപം തന്നെ കാളിന്തി ജലത്തിൽ അക്രൂരൻ്റെ ദൃഷ്ടികൾക്ക് വിഷയീഭവിച്ചു. കണ്ണൻ്റെ മായാലീലകളിൽ മുഗ്ധനായി തീർന്ന അക്രൂരൻ ഭഗവാനെ സ്തുതിച്ച് കുളിച്ചു കയറി മധുരയിലേക്കുള്ള പ്രയാണം തുടർന്നു. അവർ മധുരയിലെത്തി. രാമകൃഷ്ണന്മാരുടെ ആഗമന വാർത്ത അറിയിക്കാൻ അക്രൂരൻ കംസന്റെ അടുക്കലേക്ക് പോയി. രാമനും കൃഷ്ണനും നഗരം ചുറ്റി കാണാനും പുറപ്പെട്ടു. നഗരവാസികൾ, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ, കൃഷ്ണൻ്റെ കോമള കളയമ്പരം കണ്ട് മതിമയങ്ങിപ്പോയി. തെരുവുകളിൽ കൂടി നടന്നു പോകുന്ന ബാലന്മാരെ മാളിക മുകളിലും മറ്റും നിന്നുകൊണ്ട് അവർ കണ്ണിമയ്ക്കാതെ നോക്കുകയും അവരുടെ മേൽ പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്തു.